നമസ്കാരം. മോർണിംഗ് റൗണ്ടപ്പിലേക്ക്. ശബരിമലയിൽ പോലീസ് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളിൽ ഭാഗികമായി ഇളവ് വരുത്തി. ശബരിമല വലിയ നടപ്പന്തലിൽ ഇനി മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിരിവയ്ക്കാൻ അനുമതി നൽകിയുള്ള അറിയിപ്പ് രാത്രിയോടെ പുറത്തുവന്നു. ജില്ലാ കളക്ടർ PB നൂഹ് സന്നിധാനത്ത് നേരിട്ടെത്തി ദേവസ്വം ബോർഡ് അധികൃതരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. ഇതു സംബന്ധിച്ച അറിയിപ്പ് സന്നിധാനത്തെ ഉച്ചഭാഷിണിയിലൂടെ രാത്രി 10 മണിയോടെയാണ് അറിയിച്ചത്. കൂട്ടം കൂടിയോ ഒറ്റയ്ക്കോ സന്നിധാനത്ത് നടക്കുന്നതിനോ ശരണം വിളിക്കുന്നതിനോ വിലക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായാണ് സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ നിർദ്ദേശങ്ങൾ മൈക്കിലൂടെ അറിയിക്കുന്നത്. എന്നാൽ വലിയ നടപ്പന്തലിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിരിവയ്ക്കാനുള്ള കാര്യത്തിൽ മാത്രമാണ് ഇളവെന്നും വാവരുനടയിലടക്കം മറ്റു നിയന്ത്രണങ്ങൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു. ശബരിമല നടയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് യുവമോർച്ച യോഗത്തിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പേരിലെടുത്ത ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു എന്ന പരാതിയിലാണ് കോഴിക്കോട് കസബ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതികൾ ശബരിമലയിലേക്ക് എത്തിയാൽ നടയടയ്ക്കുമെന്ന് തന്ത്രി പറഞ്ഞിരുന്നു. ഇത് തന്നോട് ആലോചിച്ച ശേഷമാണെന്ന് ശ്രീധരൻപിള്ള യുവമോർച്ച യോഗത്തിൽ പറഞ്ഞിരുന്നു. പ്രസംഗം വിവാദമായതോടെ തന്ത്രിയാണോ തന്ത്രി കുടുംബത്തിലെ മറ്റാരെങ്കിലും ആണോ വിളിച്ചതെന്ന് വ്യക്തതയില്ലെന്ന് അദ്ദേഹം നിലപാട് തിരുത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തന്ത്രി തന്നെ വിളിച്ചു എന്നാണ് ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നത്. എന്നാൽ തനിക്കെതിരെയുള്ള പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ദുരുദ്ദേശപരമായി സംസാരിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശ്രീധരൻപിള്ളയുടെ ഹർജി. കേസ് റദ്ദാക്കാനാകില്ലെന്നും പ്രസംഗത്തെ തുടർന്ന് ശബരിമല സന്നിധാനത്തടക്കം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റും നടിയുമായ രഹന ഫാത്തിമയെ ഇന്ന് പത്തനംതിട്ട CJM കോടതിയിൽ ഹാജരാക്കും. രഹനയെ കസ്റ്റഡിയിൽ വിടണമെന്ന പോലീസിന്റെ അപേക്ഷയിൽ കോടതി വാദം കേൾക്കും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലീസാണ് രഹനയെ കൊച്ചിയിലെത്തി അറസ്റ്റ് ചെയ്തത്. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ രഹന ഫാത്തിമ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെതിരെ BJP കഴിഞ്ഞ മാസം 20-ന് പരാതി നൽകിയിരുന്നു. പത്തനംതിട്ട ടൗൺ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രഹനയെ അറസ്റ്റ് ചെയ്തത്. നിപ വൈറസിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് നിപ വൈറസ് ബാധ ആരംഭിക്കുക എന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഈ കാലയളവിൽ പൊതുജനങ്ങൾ പച്ചക്കറികളും ഫലങ്ങളും കഴിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പിൽ പറയുന്നു. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഇവ ഭക്ഷിക്കാവൂ. തുറസായ സ്ഥലങ്ങളിൽ വളരുന്ന ഫലങ്ങൾ കഴിക്കുമ്പോഴും ജാഗ്രത വേണം. ഇക്കാര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ചുമ പോലെയുള്ള നിപ ലക്ഷണങ്ങളോടെ വരുന്നവരെ പരിശോധിക്കാൻ പ്രത്യേക മേഖല തന്നെ സജ്ജമാക്കണമെന്നും ഇവിടെ ചുമതലയിലുള്ള ഡോക്ടർമാരും ജീവനക്കാരും നിർബന്ധമായി മാസ്കുകൾ ധരിക്കണമെന്നും അറിയിപ്പിലുണ്ട്. ISROയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ഹൈസിസ് ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 9:57-നാണ് വിക്ഷേപണം. ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമാണ് ഹൈസിസ്. ഭൂമിയുടെ ഉപരിതലത്തെ ഏറ്റവും അടുത്തുനിന്ന് നിരീക്ഷിക്കുകയാണ് ലക്ഷ്യം. PSLV C-43-ലാണ് ഉപഗ്രഹം ഭ്രമണപഥത്തിലേക്ക് കുതിക്കുക. ഹൈസിസിനൊപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് 30 ചെറു ഉപഗ്രഹങ്ങളും PSLV 43-ൽ വിക്ഷേപിക്കും. CBIയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഇടക്കാല ഡയറക്ടർ എടുത്ത തീരുമാനങ്ങളും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് പരിശോധിക്കും. CBI ഡയറക്ടർ അലോക് വർമ്മയെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയതിനെതിരെയുള്ള ഹർജി ഇതോടൊപ്പം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞയാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങൾ ചോർന്നതിൽ ചീഫ് ജസ്റ്റിസ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അലോക് വർമ്മയ്ക്കെതിരെ സുപ്രീം കോടതി മുൻ ജഡ്ജി AK പട്നായിക്കിന്റെ നിരീക്ഷണത്തിൽ നടത്തിയ അന്വേഷണത്തിന് ശേഷം തുടർ പരിശോധന വേണമെന്ന് വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ടിന് അലോക് വർമ്മ നൽകിയ മറുപടി കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഇടക്കാല ഡയറക്ടർ M നാഗേശ്വര റാവു എടുത്ത തീരുമാനങ്ങളും കോടതി പരിശോധിക്കും. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും പടിയിറങ്ങുന്നു. 5 വർഷത്തിനുള്ളിൽ 1000-ലേറെ വിധി എഴുതിയതിന്റെ തിളക്കവുമായാണ് അദ്ദേഹത്തിന്റെ പടിയിറക്കം. ചരിത്രത്തിൽ ആദ്യമായി ചീഫ് ജസ്റ്റിസിന്റെ പ്രവർത്തന ശൈലിക്കെതിരെ സഹപ്രവർത്തകർക്കൊപ്പം പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് വിവാദങ്ങളുടെ ചരിത്രത്തിൽ കൂടി ഇദ്ദേഹം ഇടം പിടിച്ചു. ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസിന്റെ പദവിയിൽ നിന്നും 2013 മാർച്ച് 8-നാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ എത്തുന്നത്. 5 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലടി സ്വദേശിക്ക് അഭിമാനിക്കാൻ നേട്ടങ്ങൾ ഏറെയാണ്. എണ്ണം പറഞ്ഞ വിധികളിലൂടെ പലതവണ നിയമജ്ഞരുടെ പ്രശംസ നേടി. ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായിരുന്ന പല സുപ്രധാന വിധികളുടെ ഭാഗഭാക്കായി. മുത്തലാഖ് ജുഡീഷ്യൽ നിയമന കമ്മീഷൻ, പട്ടിക വിഭാഗ സംവരണം തുടങ്ങിയ വിവാദ കേസുകളും ഇതിൽ ഉൾപ്പെടും.
താങ്ങുവില ഉയർത്തുക, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM അനുകൂല കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ സംയുക്ത സമിതിയുടെ പാർലമെന്റ് മാർച്ച് ഇന്ന് നടക്കും. രാവിലെ രാംലീല മൈതാനിയിൽ നിന്നാണ് മാർച്ച് തുടങ്ങുന്നത്. ഇന്നും നാളെയുമായി നടത്തുന്ന മാർച്ചിൽ 1 ലക്ഷത്തോളം കർഷകരും തൊഴിലാളികളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർഷക മാർച്ചിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാബൂളിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു, 19 പേർക്ക് പരിക്കേറ്റു. ചാവേറും തോക്കുധാരിയായ ഒരാളുമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് താലിബാനുമായി ചർച്ച നടത്താൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയതായി പ്രസിഡന്റ് അഷ്റഫ് ഗനി ഐക്യരാഷ്ട്രസഭയിൽ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം. അമേരിക്ക, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായും ചർച്ചകൾ നടത്തുമെന്നും അഷ്റഫ് ഗനി പറഞ്ഞു. ISLൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും ഇന്ന് നേർക്കുനേർ. 8 കളിയിൽ ഒറ്റ ജയത്തോടെ 4 പോയിന്റ് മാത്രമുള്ള ചെന്നൈയിൻ 9ാം സ്ഥാനത്താണ്. ഇന്ന് തോറ്റാൽ നിലവിലെ ചാമ്പ്യന്മാരുടെ പ്ലേ ഓഫ് സാധ്യത ഏറെക്കുറെ അവസാനിക്കും. വൈകിട്ട് 7:30 ചെന്നൈയിലാണ് മത്സരം. 8 കളിയിൽ 7 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ നിലയും അത്ര ഭദ്രമല്ല. 7ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിനും അവസാന 4ലേക്ക് പ്രതീക്ഷ നീട്ടാൻ ജയം അനിവാര്യമാണ്. കൈപ്പിടിയിലായ മത്സരങ്ങൾ അവസാന നിമിഷം തുലയ്ക്കുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മാഗ്നസ് കാൾസൺ കിരീടം നിലനിർത്തി. ടൈ ബ്രേക്കറിൽ ഫാബിയാനോ കറുവാനെയാണ് കാൾസൺ തോൽപ്പിച്ചത്. കാൾസന്റെ തുടർച്ചയായ 4ാം ലോക കിരീടമാണിത്. 12 മത്സരങ്ങളും സമനിലയിൽ അവസാനിച്ചതോടെയാണ് ചാമ്പ്യൻഷിപ്പ് ടൈ ബ്രേക്കറിലേക്ക് നീണ്ടത്. ചാമ്പ്യൻഷിപ്പിന്റെ 132 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ടൈ ബ്രേക്കറിലൂടെ ലോക ചാമ്പ്യനെ കണ്ടെത്തേണ്ടി വന്നത്. മോർണിംഗ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. നൂൺ റൗണ്ടപ്പ് 2 മണിക്ക് കാണാം.